കുടിക്കടാ കുടിക്കേ. അയ്യോ തെറ്റി പയ്യറ്റി റെഡിയാക്കി തരാം. റെഡിയാക്ക്. തോയ അഞ്ചെണ്ണാരാണ് പോകുന്നത്. വലിയ ഡ്രൈവറായി ഞാൻ കയറ്റി കൊണ്ടുവന്നാ. നീട്ടിടിക്കാം. നമ്മളെ ടൈറ്റാനിക്കിൽ ജാക്ക് അടിക്കില്ലേ, അങ്ങനെ അടിച്ചാൽ മതി. ഓ സുഹൃത്തുക്കളാ, ഞാൻ ഇപ്പോഴേ നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ. നമ്മളെ നാട് വെച്ചാൽ രാമനാട്ടുകാരൻ്റെ അടുത്ത് പുല്ലിക്കട പറഞ്ഞ സ്ഥലം. അതൊക്കെ ഫുള്ള് കണ്ടൽക്കാട് നിറഞ്ഞിടക്കുക കേട്ടോ. അടിപൊളി ഒരു വൈബുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മളെ ചെക്കന്മാർ, നമ്മളെ ചെറിയ കുറച്ച് ചെക്കന്മാർ കൂടിയിട്ട് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അതിൽ ഒരു കയാക്കിംഗ് ആണ്, നല്ലൊരു കയാക്കിംഗ് എക്സ്പീരിയൻസ്. ഇത് നോക്കി ഈ സ്ഥലം തന്നെ കണ്ടാൽ ഇവിടെ തന്നെ ഒരു ഭയങ്കര ഒരു കൂളാട്ടോ. ഇവിടെ സ്ഥലം കണ്ടൽക്കാടും ഇതൊക്കെ ആയിട്ട് നല്ലൊരു കൂളായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് ചെക്കന്മാർ കൂടിയിട്ട് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ആ സംരംഭം നമുക്ക് പരിചയപ്പെടാം. നമ്മളെ നാട്ടിലെ ചെക്കന്മാരെന്നെ തുടങ്ങി നമ്മളെ വിജയിപ്പിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഈ വെക്കേഷനും എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളിട്ടോ. നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കാം. ഇപ്പോൾ എത്ര ഉണ്ട്? ഇപ്പോൾ ഇവിടെ 5 ഉണ്ട്. ബാക്കി ഇതാ അവിടെ പുഴയിൽ ഇറക്കുന്നുണ്ട്. ഇത് സിംഗിളായിട്ട് പോകണമുണ്ട്, ഡബിളായിട്ട് പോകണമുണ്ട്, എല്ലാ ഇതിനും ഉണ്ട്. ഇപ്പോൾ പിന്നെ സേഫ്റ്റി വെസ്റ്റാണ് കേട്ടോ. സേഫ്റ്റി ജാക്കറ്റ് എല്ലാ സാധനവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ട്. സേഫ്റ്റി വിട്ടുള്ളൊരു കളിയില്ല. സേഫ്റ്റി ജാക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ക്ലൈമറ്റ് തന്നെ നല്ല ഒരു തണുപ്പ് ഇവിടെ വന്നാൽ. അപ്പോൾ നമുക്കതൊന്ന് കയറിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ്. നമ്മൾ ജാക്കറ്റ് ഇട്ട് കേട്ടോ, ജാക്കറ്റ് ഇട്ടിട്ട് ഒന്ന് പോയി നോക്കാം. ഓക്കെ പിടിച്ചോ. നമ്മളത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഇങ്ങനെ പോയി വെക്കാം. ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. സ്റ്റാറിംഗ് ഇല്ല, ഇതിന് സ്റ്റാറിംഗ് വേണം വേണ്ടില്ലോ മോനെ. മറ്റേതിൽ ഒരു മോട്ടറും ഒരു സ്റ്റാറിംഗ് ഇതിനുള്ളിൽ പോയി കുടുങ്ങോ? തിരിക്കാക്ക ഒരു സൈഡ് മാത്രല്ല ഇങ്ങനല്ലേ? തന്നെ ഞാനേ എന്താല്ലേ, ഇതൊരു പ്രത്യേക വൈബാട്ടോ. ഇവിടെ വരണം, വന്നത് എക്സ്പീരിയൻസ് തന്നെ ചെയ്ത് തന്നെ മനസ്സിലാവും. അത് ചെറിയ പൈസ കേട്ടോ, വലിയ പൈസ ഇല്ല, ചെറിയ പൈസക്ക് ഇങ്ങനെ പിടിക്കില്ല. ഇങ്ങനെ ഒറ്റക്ക് തൊഴിഞ്ഞു പോകണമെന്നൊരു ആഗ്രഹം ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് തിരിച്ചകട്ടെ എത്ര ആഗ്രഹമുണ്ടോ? അതും ആഗ്രഹമുണ്ട്. ഈ സാധനത്തോണ്ട് ധൈര്യമുണ്ട്, പൊന്തി കിടക്കല്ലോ. എന്റെ കുട്ടിക്കാലത്ത് കാണാൻ തുടങ്ങിയ പാലാട്ടത്. ഈ പാലം 2 നാടിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ്. ഇത് കോഴിക്കോട് ജില്ല. അത് ആ കാണുന്ന കോഴിക്കോട് ജില്ല, ഈ കാണുന്ന മലപ്പുറം ജില്ല. നമ്മളിപ്പോ അതിന്റെ നടുക്കാണ്. കോഴിക്കോടിന്റെ മലപ്പുറത്തിന്റെ നടുക്കാണ്. അപ്പൊ ഈ പാലം വലിയ പാലം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് പോയിട്ടില്ല പറഞ്ഞു. എന്തായാലും ഇതിന്റെ ആൾക്കാർ ഇത് പെട്ടെന്ന് റെഡിയാക്കിയേ. നമ്മൾ ടൂറിസം അവിടെ വികസിക്കട്ടെ അല്ലേ. ഈ പാലം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഒന്നും കൂടി നമ്മളെ ഈ പുല്ലിപ്പുഴ റിയാസ്ക ജയിക്കട്ടെ. റിയാസ്ക ജയിച്ചാല് കൊണ്ടുവരുമോ? ജയിക്കട്ടെ. ടൂറിസ്റ്റിനെ വളർത്തുന്ന ആളല്ലേ റിയാസ്ക. ആരായാലും കൊണ്ടുവരട്ടെ. ഇപ്പോ ഞാൻ റിയാസിനെ പറഞ്ഞാണ്ട് ഇപ്പൊ ആൾക്കാരുടെ പൊങ്കാലാണ്. അതിസാഹസികമായി തിരിക്കുകയാണ്, തിരിയണില്ല. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത്? അങ്ങോട്ടല്ല, ഇങ്ങോട്ട് തോയി, ഇങ്ങോട്ട് തോയി. അങ്ങനെ തോയി തോയിന്. തൊയ്യാനൊരു ഇപ്പോഴാട്ടോ ഇത് എയിമായത്. അങ്ങോട്ടാ പോണേ, ഇങ്ങോട്ട് വാ. വലത്തൊടിയാനെ ഇടത്തൊടിയാനെ തലാത്തിക്കോ കാട്ടുകൂടിയൊക്കെ പോവും. റെഡി. ആണോ? ചെറുക്കൻ നീച്ചിന്നാണ് പോകണ്ടോ? അത് സാധനം മാറിയൊന്നുമില്ല, പക്ഷെ
ഞാൻ അങ്ങനെ ഓൻ ചെയ്യണാണ്ടാണ് വേറെ ആരും നീച്ച് കാക്കണ്ട. ഓൻ ഇതിന്റെ കേടുമാരാണ്. ഓൻ ഇത് നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. വേറെ ആരും നീച്ചിക്കണ്ട. പക്ഷെ അത്രയും ഇതാണ് എന്റെ മറിയൊന്നുമില്ല. മറിക്കല്ലേ നാട്ടിക്കാലോ ആട്ടണ്ടാക്കി വേണത്. കിടന്നുടക്കി വിട്ടാലി വിട്ടാലി വിട്ടാലി. ഓക്കെ കഴിച്ചിലായി കഴിച്ചിലായി. അപ്പൊ എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്ന കേട്ടോ. ആരാ വരുന്നേ? അവിടുന്ന് മുന്നിൽ നിന്ന് ടൈറ്റാനിക് വരുന്നുണ്ടല്ലോ പടച്ചോനെ. നിങ്ങൾ സൈഡാക്കി എടുത്താനേ, നിങ്ങൾ സൈഡാക്കി നോക്കി. നമ്മള് സൈഡില്ല, നമുക്ക് ഡ്രൈവിംഗ് ഇച്ചല്ലോ. രണ്ടേരം ഇട്ടണോ? നിങ്ങളുടെ എന്താ ഒന്ന് വലിപ്പമുള്ള ഉണ്ടൊന്നും ഇല്ലല്ലേ? ബക്കറ്റിലുണ്ടാവും കണ്ടിട്ടോ. നെണ്ട് പൊട്ടിട്ടുള്ള ആള് പൊട്ടിട്ടുള്ളൂ അല്ലേ? കുറച്ച് നെണ്ട് കിട്ടിയിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലേ ആലപ്പുഴ കുട്ടനാടൊന്നും പോകണ്ടോ, ഇങ്ങോട്ട് പോരി. നമ്മളെ രാമനാട്ടുകാരിന്ന് 3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പുല്ലിക്കട പറയാം. അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ലൊക്കേഷൻ വരുമ്പോ വണ്ടി ഇടിക്കും. വണ്ടി ഇരിക്കട്ടോ. ഇപ്പുറത്തുണ്ട്. ഞാൻ പഠിച്ച കാലുണ്ട്. ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലത്തുള്ള പാലാണ്. അതിന് ശേഷം ഒന്ന് പണിയെടുത്തിന്. അന്ന് ഇത് ഇങ്ങനല്ലേ, ഇനി 2 തെങ്ങൊക്കെ ഇട്ടുകൊണ്ടുള്ള പരിപാടിയാണ്. അതൊക്കെ മാറിപ്പോ കോൺക്രീറ്റിന്റെ വല. മെമ്പർ അസീസ് എന്നതിന് ശേഷം നമ്മൾ ആരാധകർ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഹായ്, എന്തൊക്കെ വിശേഷം? ഞങ്ങളൊന്ന് റൗണ്ട് അടിച്ച് ഇങ്ങനെ വരാം. നിങ്ങൾക്ക് അടുത്ത വലിയൊരുന്നാളൊക്കെ ടൈം ഉണ്ടല്ലോ, നമുക്ക് ടൈമില്ല. ഞങ്ങളൊന്ന് റൗണ്ടൊക്കെ അടിച്ചു തരാം. അങ്ങനെ നമ്മളെ പരിപാടി നിങ്ങൾ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കിട്ടോ. ചെക്കന്മാർ തുടങ്ങിയ പരിപാടിയാണ്. പോയിരാ നോക്കി പഠിപ്പിക്കാൻ. സ്റ്റോപ്പർ പിടിച്ചോ. ഇതാണ് നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിലൊക്കെ വന്നാണ് ഇങ്ങനെ റെസ്റ്റ് എടുക്കാം. ഇത് സ്റ്റോപ്പർ, റെസ്റ്റ് എടുക്കുന്ന ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ആർക്കെങ്കിലും തൊയ്യാൻ പറ്റില്ലെങ്കിൽ, തൊയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിലൊരു ഗൈഡ് വരും. അങ്ങനെ ഓര് നിങ്ങളെ തൊഴിഞ്ഞ് സെലക്ട് കൊണ്ടുപോയി കാണിച്ചു തരും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തൊഴിഞ്ഞു പോകണമെങ്കിൽ ഇങ്ങനെ സ്വന്തമായിട്ട് തൊഴിഞ്ഞു പോവാം. അല്ലെങ്കിൽ ഒരാള് ഗൈഡ് നിങ്ങളെ കൂട്ടത്തിൽ വരും. നോക്കി പാട്ടറിയില്ലട്ടോ, എനിച്ചാളിയാ. ഇതാണ് നമ്മളെ പുല്ലിക്കാട്. പലതായ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും അതിർത്തി പങ്കിടുന്ന ഒരു പാലാട്ടോ. അപ്പൊ നമുക്ക് രാമനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാര് ഈ പാലത്തിന്റെ അവിടെ നിന്നാണ്. ഈ പാലത്തിന്റെ അടിയിൽ കൂടി റോഡ് ഉണ്ട്. ആ റോഡ് കാണിച്ചുതരാം. ആ പാലത്തിന്റെ അടിയിൽ കൂടി റോഡ് ഒരു 100 മീറ്റർ വന്നാൽ നമ്മളെ ഈ സ്പോട്ടിൽ എത്തിട്ടോ. ആ റോഡ് കാണിച്ചുതരാം. അത് ഈ പാലാണ്. നമ്മളെ ഫറോക്കിൽ നിന്ന് വരുമ്പോൾ ഒരു 5 കിലോമീറ്റർ, രാമനാട്ടിൽ വരുമ്പോൾ ഒരു 3 കിലോമീറ്റർ, കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ ഒരു 14 കിലോമീറ്റർ അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പാലം പുല്ലിക്കടവ് പാലം, നിങ്ങൾ ലൊക്കേഷൻ അടിച്ചാൽ പുല്ലിക്കടവ് പാലം. അതിന് ചോട്ട് കൂടി റോഡ് ഉണ്ട്. ആ റോഡ് ഒരു 100 മീറ്റർ 200 മീറ്റർ അങ്ങോട്ട് പോയാൽ നമ്മളെ സ്പോട്ട് കാണാം. പയറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മോനെ പയറല്ലേ ഇതെന്താ കൊറേ പറിച്ചു നോക്കി. പൊട്ടിച്ചതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. ഉള്ളു കാണിച്ചെടുക്കണ എന്താ സ്ഥലം മോനെ. ഇതാണ് സ്ഥലം. ഇതുപോലത്തെ ഒരു സ്ഥലേ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ പുല്ലിക്കടവ് തന്നെ കേട്ടോ. നമ്മുടെ രാമനാട്ടുകാരെ പുല്ലിക്കടവ് ഇവിടെ തന്നെ വന്നാൽ ഈ സ്ഥലം കാണാനുള്ളത്. കൊല്ലത്ത്, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഇവിടെ പോയാൽ ഈ സാധനം കിട്ടില്ല. ഈ സാധനം ഈ സ്ഥലം ഇങ്ങനെ കിട്ടണമെങ്കിൽ, ഈ ബൈബിൾ ഇങ്ങനെ നടക്കണമെങ്കിൽ ഇവിടെ തന്നെ പോരും. എന്താ അതവിടെ എത്തിട്ട് തന്നെ നടക്കണം. നേരത്തെ അങ്ങോട്ട് പോയി ഇങ്ങനെ ഒരാൾ തൊയ്യാൻ അതിനെക്കാട്ടി കൂടുതൽ കംഫർട്ടബിൾ. നല്ല സുഖ, നല്ല സുഖ. ബാക്കിൽ ഒരാൾ തൊയാണ്ടെങ്കിൽ നല്ല സുഖമാണ്, നല്ല ആസ്വദിക്കാം. എത്തി ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. കഴിഞ്ഞു. അപ്പം എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ലൊരു ഇതാട്ടോ. ആരും ഇത് മിസ്സാക്കണ്ട. നമ്മളെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് ആരും മിസ്സാക്കിയാൽ ഭയങ്കര ഇതാട്ടോ. അതുകൊണ്ട് ആരും മിസ്സാക്കണ്ട. അപ്പോളേ വന്നോളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. ഞങ്ങളിപ്പോൾ പോയി അടിപൊളിയാണ്. ആരും ഇത് മിസ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ നമ്പർ അതിൽ താഴെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വന്നോളി. ഈ വെക്കേഷൻ അവിടെ അടിച്ച് പൊളിച്ചാളി. കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും. അത്രക്കും അടിപൊളിയാണ്. അപ്പോൾ നമ്പർ ഇതാണ്. നമ്പറിൽ വിളിക്കുക, ബുക്ക് ചെയ്യുക, സെറ്റാക്കി കളയുന്നുണ്ട്.